ഈ വീഡിയോയിൽ വളരെ ക്വിക്കായിട്ട് കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും ഓസ്ട്രേലിയയിൽ ബോണ്ടി ബീച്ചിൽ നടന്ന ആ ഒരു വെടിവെപ്പ് സംഭവം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയ ഗവൺമെൻറ് ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത് ഈ വെടിവെപ്പ് നടത്തിയ ഈ തീവ്രവാദികൾ, ഈ ഭീകരന്മാർ രണ്ടുപേരും ഇവർ ഓസ്ട്രേലിയൻ പൗരന്മാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇവരുടെ ബേസിക് റൂട്ട്, കാരണം ഇവരൊക്കെ ഇമിഗ്രൻറ്റുകളാണല്ലോ, അപ്പോൾ ഇവരുടെ ബേസിക് റൂട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും വാപ്പായും മോനുമാണല്ലോ ഈ തീവ്രവാദ പ്രവർത്തനത്തിൽ ഇറങ്ങിപ്പോയത്. അപ്പോൾ അവിടെ ഈ വാപ്പ സജദ് അക്രം എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ശരിക്കും ഇന്ത്യൻ ഒറിജിൻ പാസ്പോർട്ട് ഹോൾഡർ ആണെന്നാണ് ഇപ്പോൾ വാർത്തകൾ പല മാധ്യമങ്ങളിലും പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒഫീഷ്യലി ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വായിക്കാൻ കഴിയുന്നത് ഡോൺ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ്റെ മാധ്യമത്തിലും അതുപോലെ തന്നെ ചില ഗ്ലോബൽ മീഡിയയിലെല്ലാം ഈ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഇയാൾക്ക് ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യലി ഇന്ത്യൻ ഗവൺമെൻറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ അതായത് ഇത് ഇന്ത്യൻ ഒറിജിൻ ആണ് എന്നുള്ള രീതിയിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്ന മാധ്യമങ്ങളുടെ വിവരം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഹൈദരാബാദ് സ്വദേശിയാണ്. അപ്പം ഇന്നത്തെ തെലങ്കാന സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൽ 2023 കൂടി ഈ വ്യക്തി ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അതിലുപരിയായിട്ട് ഫിലിപ്പൈൻസിൽ വെച്ചിട്ടാണ് ഈ ISIS ബന്ധപ്പെട്ട ഈ ഒരു ട്രെയിനിങ്, ഈ ഭീകരവാദ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഈ ട്രെയിനിങ് എക്യുപ്മെൻറ്റ് പരിശീലനമൊക്കെ അവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ഒറിജിൻ ആയാലും ശരി തന്നെ, ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിലും ശരി തന്നെ, തീവ്രവാദി ഈസ് ആൾവേസ് തീവ്രവാദി, അതിൽ യാതൊരു ഡൗട്ടുമില്ല. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വലിയ രീതിയിൽ ആശ്ചര്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി എന്താണെന്നും ഇന്ത്യയുടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റുകളും തന്നെ ഓരോ രാജ്യമായിട്ട് കൺസിഡർ ചെയ്യപ്പെടാവുന്ന രീതിയിലുള്ള ഇന്ത്യയിലെ ഫെഡറൽ സിസ്റ്റം, നമ്മുടെ ഒരു ലാൻഡ് നാച്ചർ, നമ്മളുടെ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വലിയ രീതിയിൽ ചിന്തിക്കേണ്ടതും ആശങ്കപ്പെടേണ്ടതും ഇന്ത്യയിലുള്ള ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലുള്ള ഇസ്ലാമിക് കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ ലിബറൽ മൈൻഡ് സെറ്റിലേക്ക് വരേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇനി ഇന്ത്യക്കുള്ളിൽ നിന്നും ഒരു എഡ്യൂക്കേഷൻ വിസയോ ഏതെങ്കിലും തരത്തിൽ ഇനി ഫോറിൻ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് മുന്നോട്ട് പോകുന്നെങ്കിൽ ആദ്യം അവർ ഇതിൻ്റെ ഒറിജിൻ, പേര്, വിവരങ്ങൾ ഇതൊക്കെ കുറച്ച് നാളത്തേക്കെങ്കിലും ലൈം ലൈറ്റിൽ നിർത്തി വെരിഫിക്കേഷൻ നടത്തും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്കയുടെ പോളിസികൾ കണ്ടില്ലേ? അമേരിക്കയുടെ പോളിസി എന്താണ്? അപ്ലൈ ചെയ്താലും 5 വർഷത്തെ സോഷ്യൽ മീഡിയ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമെന്നാണ് പറയുന്നത്. അതേപോലത്തെ പരിശോധനകൾ എല്ലാ രാജ്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഇന്ത്യയാണ് ചെയ്യുന്നത് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഒരിക്കലും വരില്ല. കാരണം നമ്മൾ പാകിസ്ഥാനും ഇന്ത്യക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡേറ്റ വെരിഫൈ ചെയ്യപ്പെടും, അതിൽ യാതൊരു മാറ്റമില്ല. അതേസമയത്ത് ഈ സജാദ് അക്രം എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിക്ക് OIC, ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടി ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, AIM EIM എന്ന് പറഞ്ഞുള്ള പാർട്ടി. അപ്പം ഈ പാർട്ടിയുടെ നേതാവായിട്ടുള്ള അസൗദ്ദീൻ ഉവൈസിയുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇനി കൂടുതലായിട്ട് റിപ്പോർട്ട് ബേസിസിൽ പുറത്തു വരാനിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഒറിജിൻ ആണ്, ശരിക്കും ഒരു ഇന്ത്യക്കാരൻ യഹൂദനെ വെടിവെച്ചു എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോർട്രേ ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഇന്ത്യക്കാരൻ എന്നുള്ളതിലുപരിയായിട്ട് ഈ യഹൂദനെ വെടിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇന്ത്യക്കാരന് യാതൊരുവിധ ബാധ്യതയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു യഹൂദനെ വെടിവെക്കുക എന്നുള്ളത് ശരിക്കും ഒരു മുസ്ലിമിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഫണ്ടമെന്റലിസം, ഇതിൻ്റെ മെത്തഡോളജി, ഈ ഐഡിയോളജി എന്താണെന്നുള്ളത് അറിയാവുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ഭീകരവാദം പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ISIS ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ ISISുമായിട്ട് ബന്ധപ്പെട്ട് 100-ലധികം ആൾക്കാർ കേരളത്തിൽ നിന്ന് തന്നെ കൺവിൻസ് ആയി പോയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങനെ 100-ലധികം ആൾക്കാർ കൺവിൻസ് ആയി പോയ സ്ഥലത്ത് ഒരു ഇന്ത്യക്കാരൻ കൂടി അതിൽ ആകർഷനായി പോയി എന്ന് പറഞ്ഞാൽ അതിന് വലിയ രീതിയിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. ഇനിയും എത്ര എണ്ണങ്ങൾ കാണും ഇതേപോലെ ഉള്ളിൽ തീവ്രവാദം, ഉള്ളിൽ ഭീകരവാദം ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ ആൾക്കാർ കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നിലവിൽ ഇതാണ് അപ്ഡേറ്റ്. ഇനിയിപ്പം ഇതിൻ്റെ പുറകിൽ വേറൊരു രീതിയിലും കൂടി ഇതിനെ നമുക്ക് ചിന്തിക്കാം. അതായത് ഇന്ത്യയുടെ പേര് ഇസ്രായേലിനെതിരെ വരാൻ വേണ്ടിയിട്ട് ഒരു അജണ്ട വെച്ച് പ്രോപ്പർലി ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളെ തന്നെ കൺവിൻസ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാവാനും വഴിയുണ്ട്. നമുക്ക് അങ്ങനെ ഇങ്ങനെയും ചിന്തിക്കാം. പക്ഷേ എന്നാലും ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക് ഇതാണ്. ഓസ്ട്രേലിയയിൽ ഭീകരാക്രമണം നടത്തിയത് ഇന്ത്യക്കാരനാണെന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ്, ഇന്ത്യക്കും അയാൾക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓസ്ട്രേലിയ താമസിക്കുന്നു, വിദേശീയ വിവാഹം കഴിച്ചിരിക്കുന്നു, അവരെല്ലാം തന്നെ ഓസ്ട്രേലിയൻ പൗരന്മാരാണ്. അപ്പോൾ അതിൽ കിടന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യക്കുള്ളിൽ വെച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ ISISുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങോ ഇതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും രീതി, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇന്ത്യ കൺസേൺ ആയാൽ മതി. അല്ലെങ്കിൽ IS ഭീകരൻ ഇന്ത്യക്കാരനല്ല, ലോകത്ത് ഏത് രാജ്യത്തുള്ളവനായാലും ശരി തന്നെ അവൻ ഉന്മൂലനം ചെയ്യപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇനി നമ്മൾ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് 2 ദിവസമായിട്ട് നമ്മൾ നോക്കിയില്ല. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ
ഉക്രൈനിലെ സെലൻസ്കി കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നെഗോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 7 മണിക്കൂറോളം സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് അമേരിക്കൻ പാനലും ഉക്രൈനിയൻ പാനലുമാണ് ഈ ഒരു ഡിസ്കഷനിൽ ഏർപ്പെടുന്നത്. ഇതിനകത്ത് യൂറോപ്യൻ റെപ്രസെന്റേറ്റീവ്സിനെ വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഇതിനകത്ത് ഇടപെടുന്നില്ല. ഓൺലി ഉക്രൈൻ റെപ്രസെന്റേറ്റീവ്സ് മാത്രമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് പല പോയിന്റുകളും ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. പക്ഷേ ഇതിനകത്ത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ടെറിട്ടറി എക്സ്ചേഞ്ച്, അതിലാണ് സെലൻസ്കി ഏറ്റവും കൂടുതൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. അതായത് എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ സ്ഥലം വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്പർ 1 മാറ്ററാണ്. ഇപ്പം നിലവിൽ ഈ ഒരു മീഡിയേഷൻ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഡോൺബോസ് റീജിയനിൽ ഏതാണ്ട് 14% സ്ഥലം ഉക്രൈൻ്റെ പക്കലുണ്ട്. ഉക്രൈൻ്റെ സോൾജേഴ്സ് അവിടെ ഡിപ്ലോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പുറത്ത് റഷ്യയുടെ സോൾജേഴ്സും ഉണ്ട്. അവിടെ കൺഫ്രണ്ടേഷൻ ഏരിയയാണത്. അപ്പോൾ അവിടെ ഈ 14% സ്ഥലത്തു നിന്നും ഉക്രൈൻ്റെ ട്രൂപ്പ് വിഡ്രോ ചെയ്യണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിർദ്ദേശം. പക്ഷേ അതേസമയം കാരണം ഡോൺബോസ് ഫുള്ള് റഷ്യക്ക് വേണം എന്ന് തന്നെയാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അതിൽ റഷ്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ബാക്കി ഇപ്പുറത്ത് സെബ്രോഷേഷ്യ, കേഴ്സൺ ഭാഗത്തൊക്കെ കുറച്ചൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് റഷ്യ തയ്യാറാണ്. പക്ഷേ അതേസമയം ഈ ഡോൺബോസ് റീജിയനിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം സെലൻസ്കിയുടെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത് ഈ ഡോൺബോസ് റീജിയനിൽ ഈ 14% സ്ഥലം ഉണ്ടല്ലോ അതിൽ നിന്നും വിഡ്രോ ചെയ്യാനാണ് ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുന്നത്. അപ്പം സെലൻസ്കി ചോദിക്കുന്നത് ഒന്ന്, സെക്യൂരിറ്റി ഗ്യാരണ്ടി നിങ്ങൾ തരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 14% സ്ഥലത്ത് നിന്ന് ഞാൻ എൻ്റെ ട്രൂപ്പിനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡീമിലിറ്ററൈസ്ഡ് സോണായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് റഷ്യ തയ്യാറാവുമോ? ഞങ്ങൾ ട്രൂപ്പിനെ പിൻവലിച്ചു കഴിഞ്ഞാൽ അവിടെ റഷ്യയുടെ ട്രൂപ്പ് ഇമീഡിയറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്ത് മുന്നോട്ട് വരില്ല എന്ന് എന്ത് ഉറപ്പ്? ആ ഉറപ്പ് ആര് തരും എന്നുള്ള ചോദ്യം. അപ്പോൾ ഇത് ഒരു എഗ്രിമെന്റ് വെച്ച് സംസാരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇതിനകത്ത് ഈ മീഡിയേറ്റേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള, അതായത് ഈ മീഡിയേഷൻ ചെയ്യുന്ന അമേരിക്കയെ വിശ്വാസത്തിൽ എടുക്കാത്ത രീതിയിലുള്ള ഒരു ടോക്കാണ് ഇപ്പം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സെലൻസ്കിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി യൂറോപ്പ് അങ്ങോട്ട് ഇടപെട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാലും സ്റ്റീവ് വിറ്റ്കോഫ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറില്ല. കാരണം പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ സെക്യൂരിറ്റി ഗ്യാരണ്ടിയാണ് ഉക്രൈൻ ഏറ്റവും കൂടുതൽ കൺസേൺ എങ്കിൽ നിങ്ങൾ ആർട്ടിക്കിൾ 5 പോലത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോളിസി തയ്യാറാക്കൂ. അതായത് ഇനി റഷ്യ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിലവിലെ അല്ല, ഇനി റഷ്യ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനും ഉക്രൈനും എല്ലാം കൂടി ചേർന്നിട്ട് നാറ്റോയുടെ ആർട്ടിക്കിൾ 5 ഉണ്ടല്ലോ അതേ മാതൃകയിൽ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്തിട്ട് ഈ നിങ്ങളുടെ സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ഒരുമിച്ച് റഷ്യക്കെതിരെ തിരിയും. അതായത് ഇനി ഉക്രൈൻ്റെ ബോർഡറിലേക്ക് ഇതേപോലെ റഷ്യ അഗ്രസീവായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആക്രമണം നടത്തും എന്നുള്ള രീതിയിലൊക്കെ ഒരു ആർട്ടിക്കിൾ 5 പോലത്തെ ഒരു പോളിസി എഴുതി ഉണ്ടാക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊക്കെ എത്രമാത്രം യൂറോപ്പ് അംഗീകരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം യൂറോപ്പിന് റഷ്യയെ അറ്റാക്കും ചെയ്യണം, റഷ്യയുടെ അടുത്ത് കച്ചവടം നടത്തണം. ഈ രണ്ടും ഒരേപോലെ നടക്കണം. അതാണ് ഇപ്പോൾ ഇതിനകത്തുള്ള വിരോധാഭാസം. ഇത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം നിലവിലെ ചാലഞ്ച്. ഈ വെല്ലുവിളികൾക്കിടയിലാണ് അമേരിക്ക പോയി പെട്ടത്. ഇപ്പം നിലവിൽ ഉർസുല ഫോൺ ഡെർ ലൈൻ, അതായത് അവർ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ, അവർ പറഞ്ഞിരിക്കുന്നത് ഈ വരുന്ന ക്രിസ്മസ് കാലത്തെങ്കിലും ഒരു ബ്രേക്ക് വേണം തീർച്ചയായിട്ടും. അതായത് അവർ ഓപ്പൺ ആയിട്ട് ഒരു സീസ് ഫയർ ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പം കുറേ വർഷങ്ങളായല്ലോ, യുദ്ധം തുടങ്ങിയിട്ട് 3.5 വർഷം 4 വർഷം ആവാൻ പോകും. ഈ ഒരു സാഹചര്യത്തിൽ, ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് യുദ്ധഭീതി ഇല്ലാതെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള ഒരു വഴി ഒരുക്കണം എന്നുള്ള രീതിയിൽ ഒരു റിക്വസ്റ്റ് അവർ വെച്ചിട്ടുണ്ട്. പ്രാക്ടിക്കലി ഇത് എത്രമാത്രം പോസിബിൾ ആണെന്നുള്ളത് നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സീസ് ഫയർ ആണ് അവർ ആവശ്യപ്പെടുന്നത്. അല്ലെ, ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉക്രൈനിൽ സെലൻസ്കി സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് യൂറോപ്പിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 6 സ്ഥലങ്ങളിൽ റഷ്യക്കുള്ളിൽ ഉക്രൈൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതായത് ഇൻക്ലൂഡിങ് എനർജി റിസോഴ്സസ് ഉൾപ്പെടെ അവരുടെ മിലിറ്ററി താവളങ്ങൾ ഇതെല്ലാം തന്നെ ചേർത്ത് 6 സ്ഥലങ്ങളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഉക്രൈൻ. അപ്പോൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ റഷ്യ പ്രതികരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് നിങ്ങൾ ഒരു സൈഡിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും പോയി അറ്റാക്ക് നടത്തുന്നത്? അങ്ങനെ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ സമാധാനപ്രിയർ അല്ലാത്ത റഷ്യ തിരിച്ചടിച്ചു തുടങ്ങും. പിന്നീട് അതായത് ക്രിസ്മസ് ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സീസ് ഫയർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യ ഇമാതിരിയുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിരിക്കും പിന്നീട് പുറത്തു വരുന്നത്. പക്ഷേ ഉക്രൈൻ അങ്ങോട്ട് അടിക്കുന്നതിനെ വലിയ രീതിയിൽ എംഫസൈസ് ചെയ്തുള്ള വാർത്തയായിട്ട് യൂറോപ്യൻ മാധ്യമങ്ങൾ കൊടുക്കാൻ തയ്യാറില്ല. അതാണ് യാഥാർത്ഥ്യം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.